നമസ്കാരം. കർഷക പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഹരിയാന അതിർത്തിയിൽ ഉണ്ടായിരുന്ന പോലീസ് ബാരിക്കേഡുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. ഹരിയാന പോലീസ് ശംഭു, ഖനൌരി എന്നിവയുൾപ്പെടെ 2 പ്രധാന അതിർത്തികളിൽ കർഷക പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് അംബാലയ്ക്കും ചണ്ഡീഗഡ് ദേശീയപാതയ്ക്കും ഇടയിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഇപ്പോൾ ഹരിയാന പോലീസ് നീക്കം ചെയ്തിരിക്കുന്നത്. നാളെ, അതായത് മാർച്ച് 6-ാം തീയതി ദില്ലിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് തന്നെയാണ് കർഷകർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ റെയിൽവേ ട്രാക്കുകൾ ഉപരോധിക്കാനുള്ള ആഹ്വാനം കൂടി കർഷക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സമരക്കാരായ കർഷകരും കേന്ദ്രവും ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇതുവരെ 4 തവണ ചർച്ച നടത്തിയെങ്കിൽ പോലും ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. എന്തായാലും കർഷകർ ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചിട്ട് ഇന്നേക്ക് 21 ദിവസമായിട്ടുണ്ട്. മാർച്ച് ആഹ്വാനം ചെയ്തപ്പോൾ തന്നെ അതിർത്തികളിൽ തടഞ്ഞു നിർത്തി ദേശീയ തലസ്ഥാനത്തേക്കുള്ള അവരുടെ പ്രവേശനത്തിന് ഭരണകൂടം വിലക്കിട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ഹരിയാന അതിർത്തിയിൽ ഇരിക്കുന്ന പ്രതിഷേധക്കാർ സ്ഥലത്ത് മാത്രം പ്രതിഷേധം തുടരുമെന്നാണ് നിലവിൽ കർഷക നേതാവായ സർബൻ സിംഗ് ഭദ്ദർ പറയുന്നത്. ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുമെന്നുകൂടി കർഷക സംഘടനകൾ അറിയിക്കുന്നുണ്ട്. ഇരു അതിർത്തികളിലും ഇപ്പോൾ പ്രതിഷേധക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. 100 കണക്കിന് ട്രാക്ടർ ട്രോളികൾ ഇപ്പോഴും ഇവിടെ നിർത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും പ്രതിഷേധക്കാർ പിന്മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില പ്രതിഷേധക്കാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പകരം അവരുടെ അയൽക്കാരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് എന്ന തരത്തിലും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ വാർത്ത പങ്കുവയ്ക്കുന്നു. എന്തായാലും മാർച്ച് 14-ാം തീയതി രാംലീല മൈതാനിലെ ജന്തർ മന്ദറിലോ കിസാൻ മഹാസഭ പഞ്ചായത്ത് സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച കൂടി അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ദബോലി ബദിന്ദ അതിർത്തിയിൽ തങ്ങളുടെ എണ്ണം ശക്തിപ്പെടുത്താൻ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ നടപടി കർഷകർക്ക് സമ്മാനിക്കുന്ന ആശ്ചര്യം ചെറുതല്ല. അവർ ബാരിക്കേഡുകളാണ് എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇനി എന്ത് പ്രതിഷേധം വേണമെങ്കിലും കർഷകർക്കാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ എന്നുള്ള ഒരു സ്വരം തന്നെയാണ് ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ അവരെ പറയാൻ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തതാവട്ടെ ഈ പ്രതിഷേധങ്ങളിൽ ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു വരുന്ന കർഷകരുടെ എണ്ണവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.